ഹലോ, ഗുഡ് ഈവനിങ് എവരിവൺ. സോ നമ്മളിപ്പോ ഇന്ന് ഓറിയന്റേഷൻ, നമ്മുടെ സെക്കൻഡ് ഇയറിന്റെ ഓറിയന്റേഷൻ സെഷനിലാണ് ഉള്ളത്. അപ്പം എന്റെ പേര് അനുഷ്യ, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ മെന്റർ ആണ്. എന്നോടൊപ്പം നമ്മുടെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ വാണി മാം ഉണ്ട്, അതേപോലെ ദുർഗ മാം ഉണ്ട്, താസിൻ മാം ഉണ്ട്. സോ ഈ ഒരു സെഷനിലേക്ക് എല്ലാവരും ഞാൻ വാം ആയിട്ട് വെൽക്കം ചെയ്യുന്നു. സോ ഈ ഒരു സെഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് നിങ്ങളുടെ സെക്കൻഡ് ഇയറിൽ ഏതൊക്കെ സബ്ജക്ട്സും കാര്യങ്ങളും വരുന്നുണ്ട്. സോ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ ആണ്. സോ അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കും ഈ ഒരു ഇയറിൽ വരുന്നത്. ആൻഡ് അതേപോലെ അക്കാഡമിക് കണ്ടന്റ്, ലേൺ വൈസിന്റെ നമ്മുടെ അക്കാഡമിക് കണ്ടന്റ്സും കാര്യങ്ങളും അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സെഷനിൽ സ്പോട്ട്ലൈറ്റ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് മൂവ് ടു ദി ഡീകോഡിംഗ് ഓഫ് സിലബസ്. സോ BBA സെക്കൻഡ് ഇയറിൽ നമുക്ക് കുറച്ച് പേപ്പേഴ്സ്, ഏതൊക്കെ പേപ്പേഴ്സ് വരുന്നത് ഡിസ്കസ് ചെയ്യാം. പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ്, ദാറ്റ് ഇസ് BCOE 141, പിന്നെ BCOG 171 പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ്, ആൻഡ് BRL 106 മാനേജിംഗ് ഹ്യൂമൻ റിസോഴ്സസ്. സോ ഇതിലെ ഫസ്റ്റ് രണ്ട് പേപ്പറിനും 6 ക്രെഡിറ്റ് വീതമാണ് വരുന്നത്. സോ ക്രെഡിറ്റ് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് ടൈം അലോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി നമ്മൾ അലോട്ട് ചെയ്യുന്ന ഒരു ടൈമാണ് ക്രെഡിറ്റ് എന്ന രീതിയിൽ പറയുന്നത്. ആൻഡ് അടുത്തത് BCOS 184 ഇ കോമേഴ്സ് 4 ക്രെഡിറ്റ് ആണ്. ആൻഡ് BCOE 143 ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് 6 ക്രെഡിറ്റ് ആണ്. BCOE 144 ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് 6 ക്രെഡിറ്റ്സ് ഉണ്ട്. ആൻഡ് ECO 13 എൻവയോൺമെന്റ് സ്റ്റഡീസ് 4 ക്രെഡിറ്റ് ആണ്. ആൻഡ് BMP 001 ബിസിനസ് റിസർച്ച് 4 ക്രെഡിറ്റ് ആണ്. സോ ഇത്രയും ഈ പേപ്പേഴ്സിന്റെ എല്ലാം നമുക്ക് ഫുള്ളി അവൈലബിൾ ആണ്. ഇതിന്റെ കണ്ടന്റ്സും കാര്യങ്ങളും, ദാറ്റ് വീഡിയോസ് ആണെങ്കിലും നോട്ട്സ് ആണെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും, വാനും എല്ലാ കാര്യങ്ങളും നമുക്ക് ഫുള്ളി അവൈലബിൾ ആണ് ഈ ഉള്ള പേപ്പേഴ്സിനൊക്കെ. ഇനി നമുക്ക് BBA തേർഡ് ഇയറിന്റെ കൂടി നോക്കാം സിലബസ്. അപ്പൊ ഇതിൽ നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് വരുന്നുണ്ട്, BCOE 142. സോ അത് 6 ക്രെഡിറ്റ് വരുന്നുണ്ട്. അതേപോലെ BMP 002 ഓപ്പറേഷൻസ് മാനേജ്മെന്റ് 6 ക്രെഡിറ്റ്സ് ആണ്. പിന്നെ BMP 003 മാനേജ്മെന്റ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് 4 ക്രെഡിറ്റ്സ് ആണ്. പിന്നെ BMP 004 സ്ട്രാറ്റജിക് മാനേജ്മെന്റ് 4 ക്രെഡിറ്റ്സ്. പിന്നെ BMP 005 ഓർഗനൈസേഷണൽ ബിഹേവിയർ 4 ക്രെഡിറ്റ്സ്. BCOS 186 പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് 4 ക്രെഡിറ്റ്സ്. BCOS 185 ഓണ്ടർപ്രണർഷിപ്പ് 4 ക്രെഡിറ്റ്സ്. പിന്നെ വരുന്നതാണ് BMPP 001 പ്രോജക്ട് എന്ന് പറയുന്നത്, അതിന് 8 ക്രെഡിറ്റ് ആണ്. സോ ആ ക്രെഡിറ്റ് നോക്കി അറിയാൻ നമുക്ക് രണ്ട് സബ്ജക്റ്റിന്റെ ഇത്രയും വാല്യൂ വരുന്നതാണ് ഒരു പ്രോജക്ട് എന്ന് പറയുന്നത്. സോ അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് തേർഡ് ഇയറിൽ. സോ ഇനി ഇതിൽ BCOE 141 പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് എന്നൊരു സബ്ജക്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ അതിൽ നമുക്ക് ബ്ലോക്ക് 1 നമുക്ക് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് ആണ്, അതായത് മാർക്കറ്റിംഗിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതിൽ യൂണിറ്റ് 1 മാർക്കറ്റിംഗിന്റെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. പിന്നെ യൂണിറ്റ് 2 എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എൻവിറോൺമെന്റ് ആണ്. അത് കഴിഞ്ഞ് യൂണിറ്റ് 3 വരുന്നത് മാർക്കറ്റ്സ് ആൻഡ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണ്. പിന്നെ യൂണിറ്റ് 4 വരുന്നത് കൺസ്യൂമർ ബിഹേവിയർ ആണ്. ഇനി ബ്ലോക്ക് 2 എന്ന് പറയുന്നത് പ്രോഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. സോ അതിൽ യൂണിറ്റ് 5 പ്രോഡക്റ്റ് കൺസെപ്റ്റ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ആണ്. പിന്നെ യൂണിറ്റ് 6 ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോഴും അതേപോലെ ഒരു പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിനെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ യൂണിറ്റ് 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡിങ്ങും പാക്കേജിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 3 നമുക്ക് പ്രൈസിങ്, ഒരു പ്രോഡക്റ്റിൽ നമ്മൾ പ്രൈസിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ അതിന്റെ യൂണിറ്റ് 8 ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെത്തേഡ്സ് ആണ്. പിന്നെ യൂണിറ്റ് 9 ഇതിൽ അലോ ചെയ്യുന്ന ഡിസ്കൗണ്ട്സും അലവൻസസും കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ യൂണിറ്റ് 10 എന്ന് പറയുന്നത് ഈ പ്രൈസസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ, ഈ റെഗുലേഷൻ ഓഫ് പ്രൈസസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇനി ബ്ലോക്ക് 4 എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ, അതായത് നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളെ റിലേറ്റ് ചെയ്തിട്ടാണ്. സോ അതിൽ യൂണിറ്റ് 11 ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, നമ്മൾ ഏതൊക്കെ ചാനലിലൂടെ എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു കാര്യങ്ങളൊക്കെയാണ്. യൂണിറ്റ് 12 ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ 2 അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നതാണ്. പിന്നെ യൂണിറ്റ് 13 എന്ന് പറയുന്നത് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനി അടുത്ത ബ്ലോക്ക് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് റിലേറ്റ് ചെയ്തിട്ടാണ്. അതാണ് ബ്ലോക്ക് 5 പ്രൊമോഷൻ എന്ന് പറയുന്നത്. സോ അതിലെ യൂണിറ്റ് 40 എന്ന് പറയുന്നത് പ്രൊമോഷൻ മിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് യൂണിറ്റ് 15 പേഴ്സണൽ സെയിലിംഗും അതേപോലെ സെയിൽസ് പ്രൊമോഷനെ കുറിച്ച് പറയുന്നുണ്ട്. യൂണിറ്റ് 16 എന്ന് പറയുകയാണെങ്കിൽ അഡ്വർടൈസിങ്, നമ്മളൊരു പ്രോഡക്റ്റ് അഡ്വർടൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് പബ്ലിസിറ്റി കൊടുക്കണമല്ലോ പ്രോഡക്റ്റിനൊക്കെ. സോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 16 വരുന്നത്. ഇനി ബ്ലോക്ക് 6 പറയുകയാണെങ്കിൽ സർവീസ് മാർക്കറ്റിംഗ് ആൻഡ് എമർജിംഗ് ഇഷ്യൂസ് ആണ്. സോ ഇതിൽ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് 17 എന്താണ് സർവീസ് മാർക്കറ്റിംഗ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ യൂണിറ്റ് 18 റൂറൽ മാർക്കറ്റിംഗ്, നമ്മളിപ്പോൾ ഒരു അർബനിൽ ചെയ്യുന്ന പോലെ റൂറൽ മാർക്കറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ കുറച്ചുകൂടി ഡിഫറെന്റ് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ യൂണിറ്റ് 19 എന്ന് പറയുകയാണെങ്കിൽ എമർജിംഗ്, മാർക്കറ്റിംഗിലെ എമർജിംഗ് ഇഷ്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂണിറ്റ് 19.
യൂണിറ്റ് 20. അടുത്താണ് BCOG 171 പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് ബ്ലോക്ക് 1 ഫണ്ടമെന്റൽ പ്രോബ്ലംസ് ഓഫ് ഇക്കണോമിക് സിസ്റ്റം ആൻഡ് ബേസിക് കൺസെപ്റ്റ്സ് ആണ് ബ്ലോക്ക് 1 എന്ന് പറയുന്നത്. സോ അതിൽ യൂണിറ്റ് 1 ഫണ്ടമെന്റൽ പ്രോബ്ലം ഓഫ് ഇക്കണോമിക് സിസ്റ്റം. അത് യൂണിറ്റ് 2 എന്ന് പറയുകയാണെങ്കിൽ അതിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സും അതിന്റെ ഫ്രെയിം വർക്ക്സ് ഒക്കെയാണ് യൂണിറ്റ് 2 വരുന്നത്. ഇനി ബ്ലോക്ക് 2 കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിമാൻഡ് തിയറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ അതിൽ നമുക്ക് യൂണിറ്റ് 3 കൺസ്യൂമർ ഡിമാൻഡ് എന്താണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ യൂണിറ്റ് 4 എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പിന്നെ യൂണിറ്റ് 5 എന്ന് പറയുകയാണെങ്കിൽ സപ്ലൈയുടെ ലോ ഓഫ് സപ്ലൈ, അതേപോലെ എലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് യൂണിറ്റ് 6 നമുക്ക് ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ അപ്ലിക്കേഷൻസും കാര്യങ്ങളും എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യണം അതിന്റെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ യൂണിറ്റ് 7 ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് യൂണിറ്റ് 8 എന്ന് പറയുകയാണെങ്കിൽ ഇൻഡിഫറൻസ് കർവിനെ കുറിച്ചും, ഇൻഡിഫറൻസ് കർവിന്റെ അനാലിസിസും കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 8 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിൽ നമുക്ക് ബ്ലോക്ക് 3 തിയറി ഓഫ് പ്രൊഡക്ഷൻ വരുന്നുണ്ട്. സോ അതിൽ നമുക്ക് യൂണിറ്റ് 9 എന്ന് പറയുന്നത് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് 1. യൂണിറ്റ് 10 പ്രൊഡക്ഷൻ ഫംഗ്ഷൻ 2. ഇനി യൂണിറ്റ് 11 എന്ന് പറയുകയാണെങ്കിൽ തിയറി ഓഫ് കോസ്റ്റ് ആൻഡ് കോസ്റ്റ് കർവിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ബ്ലോക്ക് 4 തിയറി ഓഫ് പ്രൈസ് ആണ്, പ്രൈസ് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസ് ആണ്. സോ അതിൽ നമുക്ക് യൂണിറ്റ് 12 എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കൺസെപ്റ്റ്സും അതിന്റെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുക. യൂണിറ്റ് 13 പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനെ കുറിച്ച് നമ്മൾ അതിൽ യൂണിറ്റ് 13 ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 14 എന്ന് പറയുകയാണെങ്കിൽ അതിൽ വരുന്നതാണ് മോണോപ്പൊളി എന്ന് പറയുന്നത്. സോ എന്താണ് മോണോപ്പൊളി, അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്ത യൂണിറ്റ് 15 എന്ന് പറയുകയാണെങ്കിൽ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. സോ എന്താണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, എങ്ങനെയാണ് അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ യൂണിറ്റ് 16 ഒളിഗോപോളി മാർക്കറ്റ് എങ്ങനെയാണ്, അതായത് ഒളിഗോപോളിയിലും എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ബ്ലോക്ക് 5 എന്ന് പറയുകയാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആണ്. സോ അതിൽ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് 17 എന്ന് പറയുന്നത് ഫാക്ടർ മാർക്കറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ യൂണിറ്റ് 18 ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, നമ്മുടെ ഇൻകം ഡിസ്ട്രിബ്യൂഷന്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇനി യൂണിറ്റ് 19 നമ്മൾ ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ വേജസ് ആൻഡ് ഇൻട്രസ്റ്റ് അതിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. യൂണിറ്റ് 20 എന്ന് പറയുന്നതും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം തന്നെയാണ്. സോ അതിൽ നമുക്ക് റെന്റും പ്രോഫിറ്റും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് BRL 106 മാനേജിംഗ് ഹ്യൂമൻ റിസോഴ്സസ്. സോ ഇതിൽ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ച് ഒരു ഓവർവ്യൂ, എന്താണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അങ്ങനത്തെ ഒരു ഓവർവ്യൂ ആയിട്ട് ഇൻട്രൊഡക്ഷൻ പോലെയാണ് വരുന്നത്. യൂണിറ്റ് 2 എന്ന് പറയുകയാണെങ്കിൽ ജോബ് അനാലിസിസ്, ജോബ് ഡിസൈഡ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഇനി യൂണിറ്റ് 3 എന്ന് പറയുകയാണെങ്കിൽ മാൻ പവർ പ്ലാനിങ്, നമുക്ക് എത്ര മാൻ പവർ എത്ര വേണം, എങ്ങനെയാണ് അതിന്റെ കറക്റ്റ് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ യൂണിറ്റ് 4 എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് ആണ്. സോ നമ്മൾ ഒരു പുതിയ ആൾക്കാരെ എടുക്കുന്ന സമയത്ത് റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇനി യൂണിറ്റ് 5 എന്ന് പറയുമെങ്കിൽ സെലക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ. സോ റിക്രൂട്ട്മെന്റിന് ശേഷം അതായത് നമ്മൾ ഒരു കറക്റ്റ് ആയിട്ട് ആൾക്കാർ സെലക്ട് ചെയ്യുമല്ലോ അതായത് ജോബിലേക്ക്. സോ അവരുടെ സെലക്ഷനും അതിന് ഇൻഡക്ഷനും കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 5 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി യൂണിറ്റ് 6 എന്ന് പറയുകയാണെങ്കിൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. സോ ഈ ഒരു സെലക്ട് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന്റെ കാര്യങ്ങളും അതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി യൂണിറ്റ് 7 എന്ന് പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് യൂണിറ്റ് 8 എന്ന് പറയുകയാണെങ്കിൽ മോട്ടിവേഷൻ ആൻഡ് റിവാർഡ് സിസ്റ്റം. സോ അവർക്ക് കിട്ടുന്ന റിവാർഡിനെ കുറിച്ചും അതിന്റെ എങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂണിറ്റ് 9 എന്ന് പറയുകയാണെങ്കിൽ അവരുടെ പെർഫോമൻസ് അപ്രൈസൽ, എംപ്ലോയീസിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന്റെ അപ്രൈസലും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂണിറ്റ് 10 എന്ന് പറയുന്നത് എംപ്ലോയി ഗ്രീവൻസ് ആൻഡ് ഡിസിപ്ലിൻ ആണ്. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രീവൻസും അതെങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയുക, അതെങ്ങനെയാണ് ഗ്രീവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ റിസോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ യൂണിറ്റ് 11 HR റെക്കോർഡ്സ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് വരുന്നത്. പിന്നെ യൂണിറ്റ് 12 എന്ന് പറയുന്നത് റിട്ടൻഷൻ ആണ്. അടുത്ത പേപ്പറാണ് BCOS 184 ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് ബ്ലോക്ക് 1 ബേസിക്സ് ഓഫ് ഇ കൊമേഴ്സ് ആണ് വരുന്നത്. സോ അതിൽ യൂണിറ്റ് 1 എന്ന് പറയുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ, ഇ കൊമേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ ടു ഇ കൊമേഴ്സ് ആണ്. യൂണിറ്റ് 2 എന്ന് പറയുകയാണെങ്കിൽ ഇ കൊമേഴ്സ് ബിസിനസ് മോഡൽസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ യൂണിറ്റ് 3 നമുക്ക് ഇതിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി, ഇ കൊമേഴ്സിൽ എന്തൊക്കെ ടെക്നോളജീസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യൂണിറ്റ് 4 ഇലക്ട്രോണിക് ഗവേണൻസ് അല്ലെങ്കിൽ ഇ ഗവേണൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 2 എന്ന് പറയുകയാണെങ്കിൽ ഇ പേയ്മെന്റ് സിസ്റ്റം ആണ്. സോ അതിൽ നമുക്ക് യൂണിറ്റ് 5 ഇ പേയ്മെന്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് പേയ്മെന്റ്സിന്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്.
യൂണിറ്റ് 6 ഇ ബാങ്കിങ്, ഇലക്ട്രോണിക് ബാങ്കിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ബ്ലോക്ക് 3 പറയുകയാണെങ്കിൽ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ആൻഡ് ഹോസ്റ്റിംഗ് ആണ്. സോ അതിൽ യൂണിറ്റ് 7 നമുക്ക് വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് ഡെവലപ്മെന്റും കാര്യങ്ങളും വെബ്സൈറ്റ് ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ യൂണിറ്റ് 8 എന്ന് പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക് കൊമേഴ്സിന് അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറിന്റെ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 9 വെബ് സെർവർ, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ബ്ലോക്ക് 4 നമുക്ക് സൈബർ സെക്യൂരിറ്റി ആൻഡ് IT ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ നമുക്ക് യൂണിറ്റ് 10 എന്ന് പറയുകയാണെങ്കിൽ സൈബർ സെക്യൂരിറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് എന്താണ് സൈബർ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാണ്. പിന്നെ യൂണിറ്റ് 11 എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റിയിലുള്ള മെഷേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് യൂണിറ്റ് 12 IT ആക്ട് 2000നെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബ്ലോക്ക് 5 എന്ന് പറയുകയാണെങ്കിൽ ഓൺലൈൻ പോർട്ടൽ ആൻഡ് ആപ്ലിക്കേഷൻ ആണ്. സോ അതിൽ നമുക്ക് യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 13 ആണ് ആദ്യം വരുന്നത്. സോ അതിൽ നമുക്ക് ഇ ടെയിലിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ യൂണിറ്റ് 14 എന്ന് പറയുകയാണെങ്കിൽ ഇ സർവീസസ്, ഇലക്ട്രോണിക് സർവീസസ്, എന്തൊക്കെയാണ് നമ്മൾ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസും കാര്യങ്ങളും. പിന്നെ യൂണിറ്റ് 15 എന്ന് പറയുകയാണെങ്കിൽ ആപ്പ് ബേസ്ഡ് കൊമേഴ്സ്, ഒരു ആപ്പ് ബേസ് ചെയ്തിട്ടുള്ള കൊമേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്തതാണ് BCOE 143 ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ അതിൽ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. അതിൽ യൂണിറ്റ് 1 നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ് അതിന്റെ ഒരു ഓവർവ്യൂ, ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളാണ് ആദ്യം കൊടുക്കുന്നത്. പിന്നെ യൂണിറ്റ് 2 ടൈം വാല്യൂ ഓഫ് മണീനെ കുറിച്ചാണ് നമുക്ക് ആ ഒരു യൂണിറ്റ് വരുന്നത്. ഇനി യൂണിറ്റ് 3 എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ഫിനാൻസ്, നമുക്ക് ഒരു ഫിനാൻസ് നമുക്ക് ഏതൊക്കെ സോഴ്സിന് റേസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി യൂണിറ്റ് 4 നമുക്ക് ഈ ഒരു ഫിനാൻസ് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിലുണ്ടാവുന്ന റിസ്ക്കും അതിന്റെ റിട്ടേണും കാര്യങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ബ്ലോക്ക് 2 ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആണ്. സോ അതിൽ യൂണിറ്റ് 5 എന്ന് പറയുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് യൂണിറ്റ് 5 കൊടുക്കുന്നത്. ഇനി യൂണിറ്റ് 6 എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് യൂസ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സ് യൂണിറ്റ് 6 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് യൂണിറ്റ് 7 നമുക്ക് റിമൈനിങ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിന്റെ ടെക്നിക്സ് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി യൂണിറ്റ് 8 എന്ന് പറയുന്നതും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, അതിൽ അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റിയിൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 8 കവർ ചെയ്തത്. ഇനി നമുക്ക് ബ്ലോക്ക് 3 വരുന്നുണ്ട്, ദാറ്റ് ഇസ് ഫിനാൻസിങ് ഡിസിഷൻസ് ആണ്. സോ ഇതിൽ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് 9 എന്ന് പറയുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ആവുന്നത്. പിന്നെ യൂണിറ്റ് 10 എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവുമല്ലോ. സോ സെക്യൂരിറ്റീസിന്റെ ഒക്കെ വാല്യുവേഷൻ എങ്ങനെയാണ്, ഇപ്പൊ വാല്യുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ആണ് യൂണിറ്റ് 10. യൂണിറ്റ് 11 എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ടുള്ള ഡിസിഷൻസും അതിന്റെ ഡിസിഷൻ മേക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 11 വരുന്നത്. ഇനി യൂണിറ്റ് 12 എന്ന് പറയുന്നത് ലിവറേജ്, ഓപ്പറേറ്റിംഗ്, ഫിനാൻഷ്യൽ ആൻഡ് കമ്പൈൻഡ്. സോ നമ്മളിപ്പോ ഇതിൽ ലിവറേജിനെ കുറിച്ചാണ്. അപ്പൊ ഓപ്പറേറ്റിംഗ്, അതിന്റെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ കമ്പൈൻഡ് ഫോം ഒക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് യൂണിറ്റ് 12 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി BCOE 143 ദാറ്റ് ഇസ് ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ തന്നെ ബ്ലോക്ക് 4 എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻസ് ആണ്. അതിൽ നമുക്ക് യൂണിറ്റ് 13 ഡിവിഡൻഡ് എന്താണ് അതിന്റെ ഓവർവ്യൂ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ആൻഡ് യൂണിറ്റ് 14 ഡിവിഡൻഡിന്റെ തിയറീസ്, സം ഓഫ് ദി തിയറീസ് നമ്മൾ ആദ്യം യൂണിറ്റ് 14 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യൂണിറ്റ് 15 ബാക്കി റിമൈനിങ് തിയറീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി യൂണിറ്റ് 16 എന്ന് പറയുന്നത് ഡിവിഡൻഡ് പോളിസി ഡിസിഷൻസ്. അപ്പൊ നമ്മൾ ഡിവിഡൻഡ് പോളിസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് യൂണിറ്റ് 16 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 5 എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഡിസിഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻസ് ആണ്. സോ അതിൽ യൂണിറ്റ് 7 എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂവും കാര്യങ്ങളും, എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള ഓവർവ്യൂ ആണ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ആണ് യൂണിറ്റ് 17 വരുന്നത്. യൂണിറ്റ് 18 എന്ന് പറയുകയാണെങ്കിൽ ക്യാഷ് മാനേജ്മെന്റ്, എങ്ങനെയാണ് നമ്മൾ ക്യാഷ് മാനേജ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ്, ക്യാഷ് മാനേജ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. യൂണിറ്റ് 19 എന്ന് പറയുകയാണെങ്കിൽ റിസീവബിൾസ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ റിസീവബിൾസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ്, റിസീവബിൾസ് മാനേജ്മെന്റ്. പിന്നെ യൂണിറ്റ് 20 എന്ന് പറയുകയാണെങ്കിൽ ഇൻവെന്ററി നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെയൊക്കെ നമ്മൾ ഇൻവെന്ററി സ്റ്റോക്ക് ചെയ്യണം, അതിന്റെ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെയാണ് ഇൻവെന്ററി മാനേജ്മെന്റിൽ വരുന്നത്. അടുത്താണ് BCOE 144 ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ഓഫീസിനെ കുറിച്ചാണ്. അപ്പൊ അതിൽ നമുക്ക് യൂണിറ്റ് 1 എന്ന് പറഞ്ഞാൽ അബൌട്ട് ദി ഓഫീസിനെ കുറിച്ച്, എന്താണ് ഓഫീസ്, അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ യൂണിറ്റ് 2 എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഓഫീസ് സ്പേസും വെർച്വൽ സ്പേസും, അതായത് നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഓഫീസും അതേപോലെ വെർച്വൽ ആയിട്ടുള്ള സ്പേസും കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ യൂണിറ്റ് 3 എന്ന് പറയുകയാണെങ്കിൽ ഓഫീസ് എറ്റിക്വറ്റ്, അതായത് ഒരു ഓഫീസിൽ ആവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ, അപ്പം അതിന്റെ എറ്റിക്വറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സോ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ബ്ലോക്ക് 2 നമുക്ക് ഓഫീസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് ആണ്. സോ അതിൽ എങ്ങനെ ഒരു ഓഫീസ് ഓർഗനൈസ് ചെയ്യണം അതാണ് യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നത്, ഓർഗനൈസിംഗ് ആൻഡ് ഓഫീസ്. പിന്നെ യൂണിറ്റ് 5 എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ഓഫീസിന്റെ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്.
യൂണിറ്റ് 6 എന്ന് പറയുകയാണെങ്കിൽ ഒരു ഓഫീസ് മാനേജറുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 6 ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇനി നമുക്ക് ബ്ലോക്ക് 3 ഫയലിംഗ്, ഇൻഡെക്സിംഗ് ആൻഡ് പബ്ലിഷിംഗ് ആണ്. സോ ഇതിൽ നമുക്ക് യൂണിറ്റ് 7 എന്ന് പറയുന്നത് ഡോക്യുമെന്റ്സ്, നമുക്ക് ഓഫീസിൽ ഒരുപാട് ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതിന്റെ ഫയലിംഗിനെ കുറിച്ച് മാത്രമാണ് യൂണിറ്റ് 7 കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് യൂണിറ്റ് 8 ഈ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഇൻഡെക്സ് ചെയ്യുന്നതിന് റിലേറ്റ് ചെയ്തിട്ടാണ് ഇതിൽ നമ്മൾ യൂണിറ്റ് 8 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി യൂണിറ്റ് 9 എന്ന് പറയുകയാണെങ്കിൽ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ, അപ്പൊ എങ്ങനെ പബ്ലിഷിംഗും കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 9 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 4 എന്ന് പറയുന്നത് മെയിലിംഗ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഫോംസ് യൂസ്ഡ് ഇൻ ഓഫീസ്. ഓഫീസ് മെയിലിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഇമെയിൽസും കാര്യങ്ങളൊക്കെ അയക്കുള്ളൂ. സോ അതിന്റെ പ്രൊസീജിയറും അല്ലെങ്കിൽ അതിന്റെ ഫോംസും കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ യൂണിറ്റ് 10 എന്ന് പറയുന്നത് ഓഫീസിൽ ഉണ്ടാവുന്ന ഫോംസ്, അതായത് ഡിഫറെന്റ് ഫോംസ് ഉണ്ടാവും. സോ ആ ഫോംസും കാര്യങ്ങളൊക്കെയാണ് ഏതൊക്കെ ഫോം ആണ് എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂണിറ്റ് 11 എന്ന് പറയുകയാണെങ്കിൽ ഓഫീസ് സ്റ്റേഷനറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് യൂണിറ്റ് 12 എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു ഈ മെയിൽ അയക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ ആ ഒരു മെയിലിംഗ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഒരു ഓഫീസിൽ എങ്ങനെ ആയിരിക്കണം, അതിന്റെ മെയിലിംഗ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിൽ ബ്ലോക്ക് 5 എന്ന് പറയുന്നത് മോഡേൺ ഓഫീസ് എക്യുപ്മെന്റ്സ് ആൻഡ് സിസ്റ്റം ആണ്. സോ ഇതിൽ നമുക്ക് യൂണിറ്റ് 30 എന്ന് പറയുന്നത് മോഡേൺ ആയിട്ടുള്ള ഒരു മോഡേൺ എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ് ഒരു ഓഫീസിൽ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആ എക്യുപ്മെന്റ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂണിറ്റ് 40 എന്ന് പറയുകയാണെങ്കിൽ മോഡേൺ ആയിട്ടുള്ള ഒരു ഓഫീസ് എങ്ങനെയായിരിക്കും, പുതിയൊരു മോഡേൺ സിസ്റ്റം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് യൂണിറ്റ് 15 എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ബാങ്കിങ് ഫെസിലിറ്റീസ്, നമുക്ക് ബാങ്കിങ്ങിന് റിലേറ്റഡ് ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. സോ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്, പേയ്മെന്റ് മോഡുകൾ എങ്ങനെയൊക്കെ നമുക്ക് പേയ്മെന്റ് ചെയ്യാം എന്നുള്ള മോഡ്സ് ഓഫ് പേയ്മെന്റും കാര്യങ്ങളും യൂണിറ്റ് 15 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ബ്ലോക്ക് 6 എന്ന് പറയുന്നത് ബഡ്ജറ്റ്, ഓഡിറ്റ് ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് ആണ്. സോ അതിൽ യൂണിറ്റ് 16 എന്ന് പറയുന്നത് ബഡ്ജറ്റിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി യൂണിറ്റ് 17 നമുക്ക് ആ ഒരു ഓഡിറ്റ്, ഒരു ഓഫീസിൽ നമുക്ക് ഓഡിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സോ ആ ഓഡിറ്റിനെ കുറിച്ചും അതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 17 ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 18 പഠിക്കാനുള്ളത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സെക്രട്ടറിയൽ വർക്കിന്റെ നേച്ചറും സ്കോപ്പും എന്താണ് എന്നുള്ളതാണ്. യൂണിറ്റ് 19 ഒരു ഓർഗനൈസേഷനിൽ ഈ ഒരു സെക്രട്ടറിയൽ ഫംഗ്ഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ യൂണിറ്റ് 19 കവർ ചെയ്യുന്നുണ്ട്. പിന്നെ യൂണിറ്റ് 20 എന്ന് പറയുന്നത് നമ്മൾ മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടാവും ഒരു ഓഫീസിൽ, മീറ്റിംഗ്സ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യാറ്. സോ ആ മീറ്റിംഗ്സിന്റെ ജനറൽ പ്രിൻസിപ്പിൾസും കാര്യങ്ങളും എങ്ങനെയാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്, അതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ആൻഡ് യൂണിറ്റ് 21 എന്ന് പറയുകയാണെങ്കിൽ കണ്ടക്ട് ഓഫ് മീറ്റിംഗ്, ഈ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ കണ്ടക്ട് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെയാണ് യൂണിറ്റ് 21 അടുത്ത ECO 13 ബിസിനസ് എൻവിറോൺമെന്റ് ആണ്. സോ ഇതിൽ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എൻവിറോൺമെന്റ്. സോ അതിൽ യൂണിറ്റ് 1 നേച്ചർ ആൻഡ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവിറോൺമെന്റ്, എന്താണ് ബിസിനസ് എൻവിറോൺമെന്റ്, അതിന്റെ നേച്ചറും അതിന്റെ ഡയമെൻഷൻസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യൂണിറ്റ് 2 ഇക്കണോമിക് എൻവിറോൺമെന്റ് എന്താണ്, അതിന്റെ ഒരു ഓവർവ്യൂ ആണ് യൂണിറ്റ് 2 വരുന്നത്. ഇനി യൂണിറ്റ് 3 പറയുകയാണെങ്കിൽ സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവിറോൺമെന്റ് എങ്ങനെയായിരിക്കും, അത് ഓരോ സോഷ്യൽ എങ്ങനെയായിരിക്കും, കൾച്ചറൽ എങ്ങനെയായിരിക്കും, അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഇനി ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ബിസിനസ് ആൻഡ് ഗവൺമെന്റ് ആണ്. സോ അതിൽ യൂണിറ്റ് 4 ഒരു നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയുടെ സ്ട്രക്ചർ എന്താണ്, അതായത് എന്താണ് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഇക്കോണമിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 5 എന്ന് പറയുകയാണെങ്കിൽ റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ ബിസിനസ്. സോ ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരു ബിസിനസ്സിൽ നമുക്ക് ഗവൺമെന്റിന്റെ റോൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ അവർ ഇടപെടും എന്നുള്ള ആ ഒരു റോൾ ഓഫ് ഗവൺമെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 6 മാക്രോ ഇക്കണോമിക് പോളിസീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 7 എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. സോ ഒരു കൺസ്യൂമർക്ക് എന്തൊക്കെ രീതിയിലുള്ള പ്രൊട്ടക്ഷൻസ് അവൈലബിൾ ആണ്, അപ്പൊ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷനെ കുറിച്ചാണ് യൂണിറ്റ് 7 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 3 എന്ന് പറയുന്നത് ഇക്കണോമിക് പോളിസി ആൻഡ് ഫ്രെയിംവർക്ക് ആണ്. സോ അതിൽ യൂണിറ്റ് 8 എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ പോളിസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് യൂണിറ്റ് 9 ഇൻഡസ്ട്രിയൽ സിക്നസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂണിറ്റ് 10 എന്ന് പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആണ്. യൂണിറ്റ് 11 സ്മോൾ സ്കെയിൽ സെക്ടറിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് യൂണിറ്റ് 11 വരുന്നത്. ഇനി ബ്ലോക്ക് 4 എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ സെക്ടർ ആൻഡ് ഇക്കണോമിക് റിഫോംസ് ആണ്. സോ അതിൽ യൂണിറ്റ് 12 എന്ന് പറയുന്നത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും അതേപോലെ MNCസിനെ കുറിച്ചാണ്. ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് പുറത്തുനിന്നൊക്കെ വരാറുണ്ടല്ലോ. സോ ആ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ചും അതേപോലെ മൾട്ടിനാഷണൽ കോർപ്പറേഷനെ കുറിച്ചൊക്കെയാണ്, മൾട്ടിനാഷണൽ കമ്പനീനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി യൂണിറ്റ് 13 എന്ന് പറയുന്നത് ഇന്ത്യസ് ഫോറിൻ ട്രേഡ്, ദാറ്റ് ഫോറിൻ ട്രേഡ് എങ്ങനെയാണ്, നമ്മുടെ ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് എങ്ങനെയാണ്, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ് യൂണിറ്റ് 13 ഉള്ളത്. ഇനി യൂണിറ്റ് 14 എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റും അതേപോലെ എക്സിം പോളിസീസ്, BOPനെ കുറിച്ചും എക്സിം പോളിസീസ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസീസിനെ കുറിച്ചൊക്കെയാണ് യൂണിറ്റ് 14 വരുന്നത്.
അടുത്ത യൂണിറ്റ് 15 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡ് റിലേഷൻസ്. അതായത് നമ്മൾ ഇന്റർനാഷണലി നമുക്ക് ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അത് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എങ്ങനെയൊക്കെയാണ് റിലേഷൻസും കാര്യങ്ങളും എന്നുള്ളതാണ് യൂണിറ്റ് 15 വരുന്നത്. പിന്നെ യൂണിറ്റ് 16 എന്ന് പറയുന്നത് ന്യൂ ഇക്കണോമിക് പോളിസി, പുതിയ ഇക്കണോമിക് പോളിസീസിനെ കുറിച്ചാണ് യൂണിറ്റ് 16 ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതാണ് BMP 001 ബിസിനസ് റിസർച്ച് എന്ന് പറയുന്ന പേപ്പർ. സോ ഇതിൽ നമുക്ക് ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ബിസിനസ് റിസർച്ചിന്റെ കൺസെപ്റ്റ്സ് ആണ്. സോ അതിൽ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് 1 എന്ന് പറയുന്നത് ബിസിനസ് റിസർച്ച്. നമുക്കിപ്പം ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. സോ അതാണ് ഇതിൽ മെയിൻ ആയിട്ട് റിസർച്ചിനെ കുറിച്ചാണ് ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത്. സോ ബിസിനസ് റിസർച്ചിന്റെ പ്രോസസ് എന്താണ് എന്നുള്ളതാണ് യൂണിറ്റ് 1 വരുന്നത്. ഇനി യൂണിറ്റ് 2 എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. സോ ഇനീഷ്യലി അപ്പൊ ആ ഒരു റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ് നമുക്ക് യൂണിറ്റ് 2 അത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൽ വരുന്നത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നൊക്കെയാണ് വരുന്നത്. ഇനി യൂണിറ്റ് 3 എന്ന് പറയുന്നത് റിസർച്ച് പ്രോബ്ലം. ഇപ്പൊ ഏത് പ്രോബ്ലം, അതായത് ഒരു പ്രോബ്ലം നമ്മൾ എങ്ങനെ റിസർച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് യൂണിറ്റ് 3 വരുന്നത്. യൂണിറ്റ് 4 എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു റിസർച്ചിന്റെ ഒരു ഡിസൈൻ ആണ് യൂണിറ്റ് 4. പിന്നെ അതിന്റെ ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷൻ ആൻഡ് സാമ്പിളിംഗ് ആണ്. സോ അതിൽ യൂണിറ്റ് 5 എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റ. നമുക്കൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന നമുക്ക് ഒരുപാട് ഡാറ്റാസും കാര്യങ്ങളും ആവശ്യമാണ്. സോ ആ ഒരു ഡാറ്റയും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ കളക്ട് ചെയ്യുന്നു, എന്തൊക്കെ മെത്തേഡ്സിലൂടെ നമ്മൾ ഡാറ്റ കളക്ഷൻ ചെയ്യുന്നു എന്നാണ് യൂണിറ്റ് 5 വരുന്നത്. അടുത്തത് യൂണിറ്റ് 6 എന്ന് പറയുന്നത് മെഷർമെന്റ് ആൻഡ് സ്കെയിലിംഗ് ടെക്നിക്സ് ആണ്. സോ നമ്മൾ ഈ ഒരു ഡാറ്റ കളക്ട് ചെയ്ത ഡാറ്റാസ് ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്നതും അത് എങ്ങനെ ഏതൊക്കെ രീതിയിൽ മെഷർ ചെയ്യുന്നു, എങ്ങനെയൊക്കെ ഏതൊക്കെ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നു, സ്കെയിലിംഗ് ടെക്നിക്സ് ഒക്കെയാണ് നമ്മൾ യൂണിറ്റ് 6 വരുന്നത്. ഇനി യൂണിറ്റ് 7 എന്ന് പറയുന്നത് ക്വസ്റ്റനെയർ ഡിസൈൻ ആണ്. സോ നമ്മൾ ഒരു ക്വസ്റ്റനെയർ ഒക്കെ യൂസ് ചെയ്തിട്ട് ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യാറുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റനെയർ നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരു ക്വസ്റ്റനെയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 7 വരുന്നത്. ആൻഡ് യൂണിറ്റ് 8 എന്ന് പറയുന്നത് സാമ്പിളിംഗ് ഡിസൈൻസ് ആണ്. നമ്മളൊരു സാമ്പിൾ നമ്മൾ എപ്പോഴും റിസർച്ച് ചെയ്യുമ്പോൾ ഒരു സാമ്പിളിനെ നമ്മൾ സെലക്ട് ചെയ്യും അല്ലെ. അപ്പം അല്ലെങ്കിൽ ഒരു കുറച്ച് ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യും, അവരിലാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. സോ ഈ ഒരു സാമ്പിളിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സാമ്പിളിംഗ് ഡിസൈൻ ആണ് നമ്മൾ മെയിൻ ആയിട്ട് യൂണിറ്റ് 8 വരുന്നത്. ഇനി ഇതിന്റെ ബ്ലോക്ക് 3 എന്ന് പറയുന്നത് ഡാറ്റ അനാലിസിസ് ആണ്. നമ്മൾ ഈ കിട്ടിയ ഡാറ്റയെ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയിനൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ് ബ്ലോക്ക് 3 വരുന്നത്. സോ അതിൽ യൂണിറ്റ് 9 എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റ പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ ആണ്. സോ ഇതിൽ നമുക്ക് ഡാറ്റാസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് അതിന് പ്രസന്റ് ചെയ്യുന്നത്, ഇപ്പൊ ഡാറ്റ ഒക്കെ എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ്, എങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യാം എന്നാണ് യൂണിറ്റ് 9 കവർ ചെയ്യുന്നത്. യൂണിറ്റ് 10 എന്ന് പറയുകയാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചാണ് യൂണിറ്റ് 10 പറയുന്നത്. യൂണിറ്റ് 11 എന്ന് പറയുകയാണെങ്കിൽ ഫോർമുലേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. നമ്മൾ ഈ ഡാറ്റയൊക്കെ നമ്മൾ ഇതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈപ്പോത്തസും കാര്യങ്ങളൊക്കെ ഫോർമുലേറ്റ് ചെയ്യും. സോ ഹൈപ്പോത്തസ് ഒക്കെ എങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് യൂണിറ്റ് 11. ഈ ബ്ലോക്ക് 4 എന്ന് പറയുന്നത് ടെക്നോളജി ഇൻ റിസർച്ച് ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ്. സോ ഇതിൽ നമ്മൾ യൂണിറ്റ് 12 നമ്മൾ ഈ റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ റിസർച്ചിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് യൂണിറ്റ് 12 വരുന്നുണ്ട്. യൂണിറ്റ് 13 എന്ന് പറയുന്നത് റിസർച്ചിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ്, അതായത് ഏതൊക്കെ സോഫ്റ്റ്വെയർസ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമുക്ക് റിസർച്ചിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ എന്നുള്ളതാണ് യൂണിറ്റ് 13 വരുന്നത്. ഇനി യൂണിറ്റ് 14 എന്ന് പറയുകയാണെങ്കിൽ ഈ റിസർച്ചിനെ റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ എത്തിക്കൽ ഇഷ്യൂസ്, അതായത് കാരണം നമ്മൾ എന്തിനാണെങ്കിലും നമ്മൾ ഒരു എത്തിക്സ് ഫോളോ ചെയ്യണം. സോ റിസർച്ചിനാണെങ്കിലും എങ്ങനെയൊക്കെ എത്തിക്കലി നമ്മൾ എങ്ങനെ മൂവ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ എത്തിക്കൽ ഇഷ്യൂസ് അവിടെ വരാം എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റ് 14 വരുന്നത്. ഇനി യൂണിറ്റ് 15 എന്ന് പറയുന്നത് റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്. സോ ആഫ്റ്റർ ദ റിസർച്ച് നമ്മൾ ഈ റിസർച്ച് പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫൈൻഡിങ്സും കാര്യങ്ങളൊക്കെ നമ്മളൊരു റിപ്പോർട്ടിന്റെ രൂപത്തിലാക്കും, എന്നിട്ടാണ് നമ്മളത് പ്രസന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ആ ഒരു റിപ്പോർട്ട് റൈറ്റിംഗ് എങ്ങനെയൊക്കെയാണ്, അതിന് ഒരുപാട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ നമ്മൾ റിപ്പോർട്ട് എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് യൂണിറ്റ് 15 എന്ന് പറയുന്നത്. സോ ഇത്രയും പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ നമ്മുടെ ഈ ഒരു കോഴ്സിൽ BBA സെക്കൻഡ് ഇയർ കോഴ്സിൽ നമുക്ക് പഠിക്കാനുള്ള 2 സെമിസ്റ്ററിലായിട്ട് പഠിക്കാനുള്ള പേപ്പേഴ്സ്. സോ ഇതാണ് നമ്മുടെ സിലബസിന് റിലേറ്റ് ചെയ്ത് വരുന്നത്. സോ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാം കംപ്ലീഷന്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ വാണി മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. സോ ഓവർ ടു യു വാണി മാം. ഓക്കെ, താങ്ക് യു മാം. കേൾക്കുന്നുണ്ടല്ലോ പറയുന്നത്? കാണാമല്ലോ അല്ലെ? കാണാം. ഓക്കെ. പ്രോഗ്രാം കംപ്ലീഷന്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യം അറിയേണ്ടത്, അല്ലെങ്കിൽ ആദ്യം നമ്മൾ നോക്കുന്നത് അസൈൻമെന്റ്സിന്റെ കാര്യങ്ങൾ തന്നെയാണ്. അസൈൻമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ഫോർമാറ്റ് ആണ്. BBA സെക്കൻഡ് ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാം, നമ്മൾ 2 സെമിസ്റ്ററിന്റെ കാര്യങ്ങൾ വെച്ചതാണ്. അപ്പൊ അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ഫോമിലാണ്. അവിടെ ലോങ് എസ്സേയും ഷോർട്ട് എസ്സേസും ഉണ്ടായിരിക്കും. ഹാൻഡ് റിട്ടൺ ഫോമിൽ
അതായത് സ്റ്റഡി സെന്റേഴ്സ് പറയുന്ന രീതിയിലായിരിക്കണം നമ്മളത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അസൈൻമെന്റ്സിന് എന്തെങ്കിലും മാറ്റങ്ങൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ സ്റ്റഡി സെന്റേഴ്സ് അതിൽ എന്തെങ്കിലും ചേഞ്ചസ് പറയുകയാണെങ്കിൽ ആ ചേഞ്ചസിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. എപ്പോഴും അസൈൻമെന്റ്സിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നിങ്ങളുടെ കൈവശം വെക്കുക. അത് ഫ്യൂച്ചർ റെഫറൻസിന് അല്ലെങ്കിൽ ഫ്യൂച്ചർ റെക്കോർഡായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വൺസ് അസൈൻമെന്റ് സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അക്നോളജ്മെന്റ് ഷീറ്റ് കൈപ്പറ്റുക. അക്നോളജ്മെന്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസൈൻമെന്റ് വെച്ചതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഒരു എന്താണ് പ്രൂഫ് എന്ന് പറയുന്നത് ഈ ഒരു അക്നോളജ്മെന്റ് ഷീറ്റ് ആണ്. കറക്റ്റ് സമയത്ത് നമ്മളുടെ അസൈൻമെന്റ്സിന്റെ മാർക്ക് വന്നിട്ടില്ല എങ്കിൽ, അതേപോലെ ഗ്രേഡ് കാർഡ് അത് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് സ്റ്റഡി സെന്ററിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ കാണിക്കാവുന്ന പ്രൂഫാണ് ഈ പറയുന്ന അക്നോളജ്മെന്റ് റിസീപ്റ്റ് എന്ന് പറയുന്നത്. അത് മസ്റ്റായിട്ടും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ സ്റ്റഡി സെന്ററിന്റെ കോർഡിനേറ്ററിന്റെ കയ്യിൽ നിന്ന് നിങ്ങളത് കൈപ്പറ്റേണ്ടതാണ്. അതൊരു PDF ഫോർമാറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അവിടെ നിന്ന് സ്റ്റഡി സെന്ററിൽ നിന്ന് തന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററിനെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് അവർ തരുന്നതായിരിക്കും. അതുമല്ല എങ്കിൽ ഒരു A4 ഷീറ്റ് പേപ്പറിനകത്ത് നിങ്ങൾ എന്നാണോ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് ആ ദിവസത്തെ ഡേറ്റ്, നിങ്ങളുടെ പേര്, എൻറോൾമെന്റ് നമ്പർ, നിങ്ങൾ സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റ്സിന്റെ കോഡ്, ഇത്രയും എഴുതി നിങ്ങൾക്ക് അത് സ്ലിപ്പായിട്ട് യൂസ് ചെയ്യാം. കാരണം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവരത് സൈനും സീലും ഇട്ട് തരുന്നതായിരിക്കും. പിന്നെ ഉള്ളത് യൂണിവേഴ്സിറ്റി പറയുന്ന അനുസരിച്ചിട്ട് ആഫ്റ്റർ 1 മന്ത് എന്നാണോ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത്, സബ്മിറ്റ് ചെയ്ത് 1 മന്ത് കഴിയുമ്പോൾ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് TMA, കാരണം മാർക്ക് ഇട്ട അസൈൻമെന്റ് നിങ്ങൾക്ക് തിരിച്ച് സ്റ്റഡി സെന്ററിൽ നിന്ന് കൈപ്പറ്റാം. അങ്ങനെ കൈപ്പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് പ്രൂഫായിട്ട് കാണിക്കേണ്ടത്? അക്നോളജ്മെന്റ് സ്ലിപ്പാണ് കാണിക്കേണ്ടത്. കയ്യിലുള്ള അക്നോളജ്മെന്റ് സ്ലിപ്പ് സബ്മിറ്റ് ചെയ്ത് ആഫ്റ്റർ 1 മന്ത് ചെന്നാൽ നിങ്ങൾക്ക് സ്റ്റഡി സെന്ററിൽ നിന്നും ട്യൂട്ടർ മാർക്ക്ഡ്, സ്റ്റഡി സെന്ററിന്റെ കോർഡിനേറ്റർ അല്ലെങ്കിൽ കൗൺസിലേഴ്സ് വാല്യൂ ചെയ്ത അസൈൻമെന്റ് നിങ്ങൾക്ക് തിരിച്ചു കൈപ്പറ്റാവുന്നതാണ് എന്നാണ് യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷനകത്ത് പറയുന്നത്. പക്ഷെ മോസ്റ്റ്ലി അത് പോസിബിൾ ആവാറില്ല. അസൈൻമെന്റിന്റെ റിസൾട്ട് ഒക്കെ ലേറ്റ് ആയിട്ടാണ് പല സ്റ്റഡി സെന്റേഴ്സിലും അത് അപ്ഡേറ്റ് ചെയ്യുന്നത്. എന്നിരുന്നാലും നമ്മൾക്കിവിടെ പറയുന്നത് ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് വിത്തിൻ 1 മന്ത് അല്ലെങ്കിൽ ആഫ്റ്റർ സബ്മിറ്റിംഗ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് 1 മന്തിന് ശേഷം നിങ്ങൾക്ക് സ്റ്റഡി സെന്ററിൽ നിന്ന് സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്കത് കൈപ്പറ്റാവുന്നതാണ്. അങ്ങനെ കൈപ്പറ്റുന്ന അസൈൻമെന്റ്സിനെയാണ് നമ്മൾ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് എന്ന് പറയുന്നത്. അസൈൻമെന്റിന്റെ മിനിമം മാർക്ക് എന്ന് പറയുന്നത് 35% ആണ്. 135 മാർക്കാണ് അസൈൻമെന്റിന് ജയിക്കാൻ നിങ്ങൾക്ക് വേണ്ടത്. പിന്നെയുള്ളത് നമ്മുടെ ഈവൻ നമുക്ക് ആ ഒരു 35 മാർക്ക് കരസ്ഥമാക്കാൻ പറ്റിയില്ല എങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള നെക്സ്റ്റ് ടൈം എക്സാം എപ്പോഴാണോ ഉള്ളത് ആ ടൈമിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള അസൈൻമെന്റ്സ് എഴുതി സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. പിന്നെ അസൈൻമെന്റ്സ് നമ്മുടെ ടേമണ്ടിന്റെ കൂട്ടി തന്നെ 2 സമയത്താണ് വരുന്നത്. ഇപ്പൊ ജൂണിൽ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ April 30th മുമ്പായിട്ട്, April 30ന് മുമ്പായിട്ട് നിങ്ങൾ അസൈൻമെന്റ് വെക്കുക. ഡിസംബറിൽ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ആണ് എങ്കിൽ October 31ന് മുമ്പായിട്ട് അസൈൻമെന്റ്സ് വെക്കുക. അടുത്തത് ടേമെന്റ് എക്സാമിനേഷൻ ആണ്. ടേമെന്റ് എക്സാമിനേഷൻ യൂണിവേഴ്സിറ്റി, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി വർഷത്തിൽ 2 പ്രാവശ്യമാണ് ടേമെന്റ് എക്സാമിനേഷൻ നടത്തുന്നത്. ജൂണിലും ഡിസംബറിലുമായിട്ടാണ്. ജൂണിൽ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ എക്സാമിന് രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് മാർച്ച് ഫസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്ക് അവൈലബിൾ ആവും. അതേപോലെ ഡിസംബറിൽ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ആണ് എങ്കിൽ ഡിസംബറിലെ എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് സെപ്റ്റംബർ പകുതിയോടുകൂടി തന്നെ അവൈലബിൾ ആവുന്നതായിരിക്കും. എത്രയും വേഗം നിങ്ങൾ ആ ഒരു ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് തന്നെ എത്രയും വേഗം തന്നെ ആ ഒരു ലിങ്കിൽ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ നമ്മൾക്ക് സെലക്ട് ചെയ്യുന്ന സെന്ററിൽ നമുക്ക് ഒരു എക്സാം എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് ഒന്നും തന്നെ സെക്കൻഡ് ഇയറിൽ വരുന്നില്ല. പിന്നീടുള്ളത് നമുക്ക് മാർക്കാണ്. ടേമെന്റ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ നമുക്ക് വേണ്ടത് 35% ആണ്. 135 മാർക്കാണ് നമുക്ക് വേണ്ടത്. ഈവൻ നമ്മൾ അതിൽ ഫെയിൽ ആവുകയാണെങ്കിൽ 35% മാർക്ക് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നെക്സ്റ്റ് ടൈമിലേക്ക് അസൈൻമെന്റ് വൺസ് ക്ലിയർ ചെയ്താൽ അല്ലെങ്കിൽ വൺസ് മാർക്ക് അപ്ഡേറ്റഡ് ആണെങ്കിൽ പിന്നെ അസൈൻമെന്റ് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ ആ രണ്ടാമത് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരുന്നു. എക്സാമിന് രണ്ടാമത് രജിസ്റ്റർ ചെയ്ത് 35 മാർക്ക് മിനിമം സ്കോർ ചെയ്താൽ മാത്രമേ നമ്മൾ ആ ഒരു ടേമെന്റ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യത്തുള്ളൂ. അടുത്തത് നമ്മളുടെ ഫൈനൽ സ്കോർ ആണ്. ഫൈനൽ സ്കോർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റിന്റെ ഫൈനൽ സ്കോർ നിശ്ചയിക്കുന്നത് ആ സബ്ജക്റ്റിന് അസൈൻമെന്റ്സിന് എത്ര മാർക്ക് കിട്ടിയോ അതിന്റെ 30%, ടേമെന്റ് എക്സാമിനേഷന് അതിന് എത്ര മാർക്ക് കിട്ടിയോ അതിന്റെ 70% എടുത്തിട്ടാണ് ഒരു സബ്ജക്റ്റിന് അഗ്രിഗേറ്റ് സ്കോർ ഫിക്സ് ചെയ്യുന്നത്. ഒരു സബ്ജക്റ്റിന്റെ ഫൈനൽ സ്കോർ നമ്മൾ പറയാൻ അഗ്രിഗേറ്റ് സ്കോർ ഫിക്സ് ചെയ്യുന്നതിൽ അസൈൻമെന്റ്സിനും അതേപോലെ തന്നെ ടേമെന്റ് എക്സാമിനേഷനും പ്രാധാന്യമുണ്ട്. ടേമെന്റ് എക്സാമിനേഷന്റെ മാർക്ക് മാത്രം എടുത്തിട്ടല്ല ഒരു സബ്ജക്റ്റിന്റെ മാർക്ക് ഫുൾ ആയിട്ട് നോക്കുന്നത്.
അസൈൻമെന്റ്സിൽ നിന്നാണ് 30%, 70% മാത്രമാണ് ഇവിടെ നിന്ന് എടുക്കുന്നത്, പേയ്മെന്റ് എക്സാമിനേഷനിൽ നിന്ന് എടുക്കുന്നത്. അടുത്തത് മോഡേൺ ടൂൾസ് ഫോർ ആൻ എൻഹാൻസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ്. ലാംഗ്വേജ് ഓഫർ എ റേഞ്ച് ഓഫ് ടെക് എനേബിൾഡ് റിസോഴ്സസ് ആൻഡ് സപ്പോർട്ട് സർവീസസ് ഡിസൈൻ ടു മേക്ക് എ സ്റ്റഡിങ് മോർ ഇന്ററാക്റ്റീവ് ആൻഡ് എഫക്റ്റീവ്. ലേൺവൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വെർച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം ഫെസിലിറ്റിയാണ്. അത് ജസ്റ്റ് ഒരു ക്ലാസ് റൂം ഫെസിലിറ്റി മാത്രമല്ല, ഇന്ററാക്റ്റീവ് ആണ്. നമ്മുടെ എല്ലാ സെഷൻസും നിങ്ങൾ നോക്കിയാൽ മതി, എപ്പോഴും നിങ്ങളുടെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ടാണ് ഓരോ സെഷൻസും നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ വെർച്വലി കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു സെഷൻസിലെല്ലാം തന്നെ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടും വളരെ എഫക്റ്റീവ് ആയിട്ടും നമ്മൾ ഓരോ സെഷൻസ് കണ്ടക്ട് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ലേൺവൈസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോർ ലേണിംഗ് റിസോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആപ്പ് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ഒന്നുകൂടെ പറയുന്നു എന്നേ ഉള്ളൂ. ഫസ്റ്റ് ലേൺവൈസിന്റെ ആപ്ലിക്കേഷനകത്ത് നമ്മൾ ഏത് കോഴ്സ് ആണോ പർച്ചേസ് ചെയ്തത്, ഏത് പ്രോഗ്രാമിലാണോ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത്, ആ ഒരു പ്രോഗ്രാമിന്റെ അണ്ടറിൽ പഠിക്കാനുള്ള എല്ലാ കോഴ്സസിന്റെയും റെക്കോർഡഡ് വീഡിയോസ് നമ്മുടെ ആപ്ലിക്കേഷനകത്ത് അവൈലബിൾ ആണ്. കൂടാതെ അതിന്റെ റെക്കോർഡഡ് വീഡിയോസ് കൂടാതെ തന്നെ ലൈവിന്റെയും റെക്കോർഡ് ചെയ്ത വീഡിയോസ് നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള എല്ലാ സെഷൻസും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിന്റെ റെക്കോർഡ് ചെയ്ത വീഡിയോസ് നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആവുന്നതായിരിക്കും. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞ വാല്യൂ ആഡഡ് നോട്ട് ആണ്. വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറയുന്നത് നമുക്ക് ഓരോ പോർഷൻസിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ അത് എഗെയിൻ നമുക്കൊന്ന് റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ ടോപ്പിക്ക് വായിക്കണമെന്നില്ല. വാല്യൂ ആഡഡ് നോട്ട് നിങ്ങൾ വൺസ് ഇൻ എ വീക്ക് ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ മതി. വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഓരോ പോർഷൻസിനെയും ബേസ് ചെയ്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് 1 or 2 സെന്റൻസിൽ ചെറുതായിട്ട് ബ്രീഫ് ചെയ്ത് തരുന്ന നോട്ടാണ് വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറയുന്നത്. അടുത്തത് എക്സാം പീഡിയ ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ്. എക്സാം പീഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഒരു യൂണിറ്റ്, ഫസ്റ്റ് യൂണിറ്റിന്റെ ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ എക്സാംസിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഏതാണെന്നും ഈ എക്സാം സ്പെഷ്യൽ ഗൈഡിനകത്ത് ആ ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യന്റെ ആൻസറും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. ലാസ്റ്റ് ടൈം ലേണിംഗ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഏറ്റവും എഫക്റ്റീവ് ആവുന്ന കാര്യം എന്ന് പറയുന്നത് എക്സാം സ്പെഷ്യൽ ഗൈഡാണ്. അവിടെ ഇതുവരെ ചോദിച്ച പരീക്ഷകൾ അല്ലെങ്കിൽ ഇതുവരെ BBAക്ക് ചോദിച്ചിട്ടുള്ള പരീക്ഷകളിലോ ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും അവിടെ അവൈലബിൾ ആയിരിക്കും. പിന്നെ എക്സാം അസൈൻമെന്റ്സിന്റെ ആൻസർ ഗൈഡ് ബുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഉള്ള സ്റ്റുഡൻസിന് അറിയാവുന്നതാണ്. പിന്നെ അകത്ത് നമ്മൾ അസൈൻമെന്റ്സിന്റെ ഗൈഡ് ബുക്ക് ആണ് വരുന്നത്. ഗൈഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല, അത് അതേപോലെ കോപ്പി ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ കുറച്ചൊക്കെ വ്യത്യാസം വരുത്തിട്ട് എഴുതാനായിട്ട് മാക്സിമം ശ്രമിക്കാം. അടുത്തത് ബാക്കിയുള്ള മോർ ടൂൾസ് ആൻഡ് സപ്പോർട്ട്സ് ആണ് ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. എക്സാമിനോടനുബന്ധിച്ച് തന്നെ ഒരു പ്രീവിയസ് ഇയർ നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിന്റെയും പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുന്നു. ഒരു 5 to 6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് ഓരോ ബ്ലോക്ക് വൈസ് വെയിറ്റേജ് വെച്ചിട്ട് ഓരോ ബ്ലോക്കിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വരാം, ആ ഒരു ബ്ലോക്കിലെ ഏത് യൂണിറ്റിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു സെഷനാണ് PYQ എന്ന് പറയുന്നത്. പിന്നെ മോഡൽ എക്സാം സെലക്ട് ചെയ്ത് ഒരു സബ്ജക്റ്റിന്റെ കറക്റ്റ് യൂണിവേഴ്സിറ്റി ഫോർമാറ്റിൽ ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നു. 3 മണിക്കൂർ ദൈർഘ്യമുള്ള 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അത് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്ന സ്റ്റുഡൻസിന് ആ ഒരു ബ്രെയിൻ സ്റ്റോമിങ് അല്ലെങ്കിൽ ആ ഒരു പേടി മാറ്റിയിട്ട് ആ ഒരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് മോഡൽ എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ICNU ഹെൽപ് ഡെസ്ക് ആണ്. യൂണിവേഴ്സിറ്റിയിൽ എക്സാം രജിസ്റ്റർ ചെയ്യുന്നതിനാണെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ റീ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായാലും അഡ്മിഷൻ എടുക്കുന്നതിലാണെങ്കിലും ഒക്കെ തന്നെ ലാംഗ്വേജ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോംപ്ലിമെന്ററി കോഴ്സാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ലാംഗ്വേജ് ഇപ്പൊ ICNUവിലാണെങ്കിൽ പോലും ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈ 2 ഭാഷകളിൽ മാത്രമേ നമുക്ക് എക്സാംസ് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് വലിയൊരു ചലഞ്ചിങ് ഫാക്ടറായിട്ട് വരുന്ന ഒരു കാലമാണ്. അപ്പൊ അതിനെ ഫേസ് ചെയ്യാനും അതിനെ എങ്ങനെ അതുമായിട്ട് കോപ്പ് ചെയ്ത് പോകണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യിക്കാൻ ബേസിക് ലെവലിൽ നിന്ന് ഒരു അഡ്വാൻസിന്റെ അത്രയും എത്തുന്ന രീതിയിൽ നിങ്ങളെ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്ന കോംപ്ലിമെന്ററി കോഴ്സ് ആണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അടുത്തത് കോ കരിക്കുലർ ഇവന്റ്സ് മീൻസ് എന്തുമായിക്കോട്ടെ, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഫെസ്റ്റിവൽസോ അല്ലെങ്കിൽ ഇവന്റ്സോ ഉണ്ടെങ്കിൽ അതെല്ലാം വെർച്വലി നമ്മൾ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. ക്രിസ്മസ്, ന്യൂ ഇയർ, ഓണം, ഗാന്ധി ജയന്തി, വുമൻസ് ഡേ, ടീച്ചേഴ്സ് ഡേ ഇതെല്ലാം തന്നെ വെർച്വലി നമ്മൾ ലാംഗ്വേജിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ അപ് സ്കില്ലിംഗ്സ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ്, ഹാപ്പിനെസ് അംബാസിഡർ സെഷൻസ്, അതേപോലെ തന്നെ നമുക്ക് കരിയർ വർക്ക്ഷോപ്സും കാര്യങ്ങളും ഒക്കെ ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യാറ്. അടുത്തത് Q&A ആണ്.
ഇപ്പൊ എടുത്ത ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സബ്ജക്ട് ബേസ്ഡോ പ്രോഗ്രാം കംപ്ലീഷൻ ബേസ്ഡോ അസൈൻമെന്റ്സ് ബേസ്ഡോ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റിൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.